നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് ഡിവൈസസിനും ഉള്ളത് ടച്ച് സ്ക്രീനാണ്. ഈ ടച്ച് സ്ക്രീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ടച്ച് സ്ക്രീൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനും അതുപോലെ റെസിസ്റ്റീവ് ടച്ച് സ്ക്രീനും. കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിൻ്റെ കേസിൽ അവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റും അതിന് താഴെയായിട്ട് ഒരെണ്ണത്തിൽ പോസിറ്റീവ് ചാർജും മറ്റൊരെണ്ണത്തിൽ നെഗറ്റീവ് ചാർജായിട്ട് വരുന്ന രണ്ട് കണ്ടക്റ്റീവ് ഷീറ്റ്സും അതിനിടയിലായിട്ടൊരു ഇൻസുലേറ്റിംഗ് ഷീറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ ചാർജും അതുപോലെ ആ കണ്ടക്റ്റീവ് ഷീറ്റ്സിലുള്ള ചാർജും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റിൽ വരും. അങ്ങനെ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചേഞ്ച് വരും. ഈ ചേഞ്ചിനെ പ്രൊസസ്സർ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് കപ്പാസിറ്റീവ് സ്ക്രീൻസ് വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ക്രീനാണ് നമ്മളെ മൊബൈൽ ഫോൺസിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇനി റെസിസ്റ്റീവ് ടച്ച് സ്ക്രീനിൻ്റെ കേസിലും ഇത്തരത്തിൽ രണ്ട് കണ്ടക്റ്റീവ് ഷീറ്റ്സും അതിനിടയിലായിട്ട് ഒരു സ്പേസ് അല്ലെങ്കിൽ ഇൻസുലേറ്റീവ് മെറ്റീരിയലും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളൊരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് കണ്ടക്റ്റീവ് ഷീറ്റ്സും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റിൽ വന്നുകൊണ്ടാണ് പ്രൊസസ്സർ അത് സെൻസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ക്രീൻസാണ് നമ്മൾ ATM മെഷീൻസിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഫോളോ Candela Learnings.